സെൽഫ് ലവ് എഫക്റ്റീവ് ആക്കാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കേണ്ട 3 സിറ്റുവേഷൻ ഏതൊക്കെയാണെന്ന് അറിയോ? ഫസ്റ്റ് വൺ ഈസ് ട്രസ്റ്റിംഗ് ദ റോങ് പീപ്പിൾ. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ടാവും. ആ റോങ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കാം നമ്മൾ ചില സമയങ്ങളിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. അവർ കാരണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ദേഷ്യം സൂക്ഷിക്കാറുണ്ട്. ഈ കാര്യമാണ് ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ടത്. സെക്കൻഡ് വൺ ഈസ് നോട്ട് സ്പീക്കിംഗ് അപ്പ് ഫോർ യുവർ സെൽഫ്. ചില സിറ്റുവേഷനിൽ പലരും നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവാം. ആ ടൈമിൽ നമ്മൾ തിരിച്ചൊന്നും പറയത്തില്ല. ഇതിൻ്റെ മെയിൻ റീസൺ നമ്മൾ റിലേറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ നമ്മളുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരാവാം. പിന്നീട് ആലോചിക്കുമ്പോൾ ഞാനത് പറയണമായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിക്കണമായിരുന്നല്ലോ, അങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് മനസ്സിൽ വരുന്നുണ്ടാവും. തേർഡ് വൺ, ബീങ് ടു ഹാർഡ് ഓൺ യുവർ സെൽഫ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടാവാം നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നി നമ്മളത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കാറുണ്ട് അല്ലേ? അതായത് അവരൊരു 24 hours കൊണ്ടോ അല്ലെങ്കിൽ ഒരു 30 minutes കൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് 2 ദിവസമോ 3 ദിവസമോ എടുക്കാറുണ്ടാവാം. ആ ടൈമിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സ്വയം വിഷമിക്കും. അവരുടെ പോലെ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു 3 days അല്ലെങ്കിൽ 2 days കൊണ്ട് ചെയ്ത കാര്യങ്ങൾ പലരും 1 month 2 month എടുത്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ടൈമിൽ നമ്മളോട് തന്നെ ഇറ്റ്സ് ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് വേണം പോകാൻ. ആ ടൈമിൽ നിങ്ങളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കുക. സെൽഫ് ലവിനെയും അതുപോലെ മാനിഫെസ്റ്റേഷൻ, അഫർമേഷനെ പറ്റിയുള്ള ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.